ഹായ് വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ്. നമ്മൾ വീണ്ടും ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ആ പ്ലാന്റൊക്കെ റീപോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇന്ന്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റും ഒക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ടൂറ് പോയിട്ട് വന്നപ്പം വാങ്ങിക്കൊണ്ട് വന്ന പ്ലാന്റൊക്കെ റീപോർട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ്. അന്നേരം നമുക്കിത് ഞാൻ റീപോർട്ട് ചെയ്യുന്ന വിധം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പ്ലാന്റൊക്കെ റീപോർട്ട് ചെയ്യാം. ഈ പ്ലാന്റൊക്കെ ഇനി ഇതിനകത്ത് ഇരുന്ന ഇതിൻ്റെ വളർച്ച മുരടിച്ച് പോവും. അതുകൊണ്ട് നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വേറെ വലിയ ചട്ടിയിലോട്ട് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അന്നേരം നേരത്തെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ പെറ്റൂണിയ കുട്ടന്മാർ ചെറിയതായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഒന്ന് വളർന്ന് ഉഷാറായിട്ടുണ്ട്. അതുപോലെ ജെറേനിയം, ഇതെല്ലാം നമ്മളിനി റീപോർട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് മണലാണ്. മണലിനകത്തോട്ട് പോട്ട് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. തൽക്കാലം മണലിനകത്ത് പോട്ട് ചെയ്ത് അതിന് ശേഷം മാത്രമേ അതിന് വളവും ചാണകപ്പൊടി ആയാലും എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആദ്യം മണലിനകത്ത് ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് വേണ്ടുന്ന എല്ലുപൊടി ആയാലും ചാണകപ്പൊടി ആയാലും ഏത് വളമായാലും നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. വെറും മണൽ മാത്രമാണ് നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്നത്. മണലിനകത്ത് നട്ട് അതിനകത്തുനിന്ന് കുറച്ച് ചെടി ഒന്ന് വളർന്ന് വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിന് വളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന പ്ലാന്റ് അല്ലേ, ചിലപ്പോൾ അത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മണലിനകത്ത് മാത്രം നടുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ജെറേനിയം നടാൻ എക്കോ ത്രൈവ് എന്ന് പറയുന്ന ഒരു പോട്ടി മിക്സ് കിട്ടും. നമുക്ക് എല്ലായിടവും കിട്ടത്തില്ല, കുറേ സ്ഥലത്തൊക്കെ കിട്ടും. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അന്നേരം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനകത്ത് നടുവാണെങ്കിൽ നമുക്ക് ഈ കുറച്ച് മണലിൽ മാത്രം എടുത്ത് അല്ലെങ്കിൽ മണ്ണായാലും എടുത്താൽ മതി. ബാക്കി എക്കോ ത്രൈവ് എന്ന് പറയുന്ന പോട്ടി മിക്സ്, എക്കോ ത്രൈവിനകത്ത് മാത്രം വേണമെങ്കിലും നടാം, പെട്ടെന്ന് വളരും. നമ്മുടെ ജെറേനിയം ചീഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ അത് നല്ല ഹെൽത്തി ആയിട്ട് വളരും. ജെറേനിയം മാത്രമല്ല, മറ്റ് നമ്മുടെ ഈ പെറ്റൂണിയ അതുപോലുള്ള ഈ സെൻസിറ്റീവ് പ്ലാന്റുകളൊക്കെ നട്ട് പിടിപ്പിച്ചെടുക്കാനും വളർത്തിയെടുക്കാനും പറ്റിയ ഒരു പോട്ടി മിക്സായ എക്കോ ത്രൈവ്. പക്ഷേ ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലില്ല കാണിച്ചു തരാൻ. ഞാൻ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും മണലെടുത്തിരിക്കുന്നത്. എക്കോ ത്രൈവ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് മാത്രമേ നടത്തോളായിരുന്നു. ജെറേനിയം നമ്മൾ നടുന്നത് അത് ഹാങ്ങിങ് പ്ലാന്റ് ആണല്ലോ, അതുകൊണ്ട് ഈ ഹാങ്ങിങ് ബോർഡിലാണ് നമ്മൾ പ്ലാന്റ് നടുന്നത്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. എനിക്ക് എത്ര വെച്ചാലും പിടിക്കാത്ത പ്ലാന്റ് ആയിരുന്നു. പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്കും ഇത് സക്സസ് ആയി വന്നത്. അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ ഇത് നടാൻ ആഗ്രഹമുള്ളവർ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അധികം വെള്ളം കെട്ടിക്കിടക്കാത്ത, വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മണലിനകത്ത് പിന്നെ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുമല്ലോ. അതുപോലെ തന്നെ പോട്ടി മിക്സിൽ അധിക വളങ്ങൾ ആക്കി പോട്ടി മിക്സ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചകിരിച്ചോറ്, നമ്മുടെ കാലാവസ്ഥയിലൊന്നും ചകിരിച്ചോറ് വെച്ച് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു വെറും സെൻസിറ്റീവ് പ്ലാന്റ് ആണ്, അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ചകിരിച്ചോറ് എടുക്കാൻ ഞാൻ ആർക്കടെ കൂടെയും പറയില്ല. കാരണം ചകിരിച്ചോറ് എടുത്താൽ വെള്ളം, ഇനി അങ്ങോട്ട് മഴ സീസണാണ്, അതുകൊണ്ട് വെള്ളം നിന്ന് ചിലപ്പം ചെടി ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കാരണവശാലും മഴയത്ത് ഇത് വെച്ചേക്കരുത്. ഇലയിൽ വെള്ളം വീഴാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ ഇലകൾ എന്തെങ്കിലും ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി കളയണം. അങ്ങനെയുള്ള ഇലകൾ ഒരിക്കലും ചെടിയിൽ നിർത്തരുത്. ഫ്ലവർ പോയി കഴിഞ്ഞാൽ ഈ കമ്പ്, ഇങ്ങനെ വരുന്ന കമ്പ് അടിയിൽ നിന്ന് വേറെ ഇതുപോലെ അത് പൊട്ടി വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് പുതിയ ബ്രാഞ്ചസും അതുപോലെ മുട്ടുകളും വരും. ആഴ്ചയിൽ ഒരിക്കൽ ഉറപ്പായിട്ടും സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ആഴ്ചയിൽ അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ 2 ആഴ്ചയൊക്കെ കൂടുമ്പം ചെറിയ തോതിൽ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇടണ്ട. ചാണകപ്പൊടി ചിലപ്പം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വേര് ചീച്ചലും അതുപോലുള്ള സംഗതികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാണകപ്പൊടി കഴിവതും അങ്ങ് ഒഴിവാക്കുക.
ഇതുപോലത്തുള്ള പോട്ടിംഗ് മിക്സ് എക്കോത്രൈവ് കിട്ടുന്നവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എക്കോത്രൈവ് പോട്ടിംഗ് മിക്സിനെ കുറിച്ച് അറിയാവുന്നവർ അതിനകത്ത് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ DAP 2 കുരുമുളകിൻ്റെ കൂട്ടിരിക്കുമല്ലേ അത് 2 എണ്ണം എടുത്തിടാൻ വളരെ എളുപ്പമാണല്ലോ. 2 എണ്ണം ഒന്ന് മണ്ണ് മാറ്റിയിട്ട് വേരിലൊന്നും തട്ടാതെ അത് ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ NPK 19 നമ്മളാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെറിയ തോതിൽ ആക്കി അതങ്ങ് അടിച്ചു കൊടുക്കണം. ഇതൊക്കെ ചെയ്താൽ മതി. നമുക്കും ഇത് നല്ലതുപോലെ വളർത്തിയെടുക്കാം. ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് ആണ് നമ്മൾ നട്ടു കൊടുക്കുന്ന മണൽ ഈ ഒരു അളവിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പോട്ട് ചെയ്യാം. ജെറേനിയം എല്ലാം നട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ പെറ്റൂണിയ നടാൻ പോവുകയാണ്. പെറ്റൂണിയം ഇതേ പോട്ടിംഗ് മിക്സിൽ തന്നെയാണ് നടുന്നത്. മണൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. മണലിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കിളിച്ച് കഴിഞ്ഞ് മാത്രമേ നമ്മൾ അതിനകത്ത് വളവും എല്ലാമൊക്കെ ആഡ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ചൈനീസ് ബോൾസമാണ് നടുന്നത്. ഈ ഒരു പോട്ടിലാണ് നമ്മളത് നട്ടു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മണലിൻ്റെ കൂടെ മണ്ണും കൂടെ മിക്സ് ചെയ്യും. അത് ചാണകപ്പൊടിയൊക്കെ നേരത്തെ ഇട്ട് ഇളക്കി വെച്ചിരുന്ന മണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ദിവസമായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. പ്ലാന്റ് എല്ലാം നമ്മൾ പോട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇത് പിറ്റേന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 10 മണിയും ജമന്തിയും പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് 2 എണ്ണം ഉണ്ടല്ലോ, അതും കൂടെ പോട്ട് ചെയ്യാനുള്ള ചട്ടി നമുക്ക് പോട്ട് കയ്യിലില്ല. അതുകൊണ്ട് നമുക്കത് റീപോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാം നല്ല വാടാതെയൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നു. കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ 2 സൈസ് ജെറേനിയം ഉണ്ടെന്ന്. അത് ഇതൊക്കെയാണ് നല്ലതുപോലെ നിൽക്കുന്ന. അടുത്ത ഫ്ലവർ വരാനുള്ള മുട്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. 2-3 തവണ ഇപ്പം ഫ്ലവറൊക്കെ ആയി കഴിഞ്ഞതാണ്. നല്ല മുട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഫ്ലവർ. ഈ ഒരു കളർ ഫ്ലവറാണ് നമുക്ക് ഈ 2 പ്ലാന്റിലും ഉള്ളത്. ഒരേ പ്ലാന്റ് ആയിപ്പോയി. നമ്മൾ വാങ്ങിച്ചത് ഫ്ലവർ വിരിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരേ കളറാണെന്ന്. ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് ഈ അടീനത്തിനകത്ത് വിരിയുന്നത്. ഇന്നത്തെ ഈ കുഞ്ഞ് പ്ലാന്റുകളുടെ റീപോട്ടിംഗ് വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ.